ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചുവിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും നമ്മുടെ മീനൂസും ഇപ്പോൾ ഇരിക്കുന്നത് പാടിവട്ടത്തുള്ള കോഫി ഓൾവേസ് ഷോപ്പിലാണ്. പേര് പോലെ തന്നെ ഓൾവേസ് കോഫി ഈസ് അവൈലബിൾ ഹിയർ. സോ വെനെവർ യു വാണ്ട് കോഫി കം ടു കോഫി ഓൾവേസ്. പിന്നെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മെയിൻ സ്പെഷ്യൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബർഗേഴ്സും അതുപോലെ തന്നെ സാൻഡ്വിച്ചസും ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗേഴ്സും സാൻഡ്വിച്ചസും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഔട്ടിങ്ങിനൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ കോഫി ഓൾവേസിൽ വരെ ഇവിടുത്തെ ബർഗേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വേറെ കുറേ വിശേഷങ്ങളുണ്ടല്ലോ നമ്മുടെ കോഫി ഓൾവേസിനെ കുറിച്ച്. ഓഫ് കോഴ്സ് വളരെ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു ഇന്റീരിയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്ന രീതിയിലുള്ള കാം ആയിട്ടുള്ള ഒരു ഇന്റീരിയേഴ്സ് ആണ് ഇവിടെ. പിന്നെ റീഡിങ്ങിനായാലും നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയ സ്ഥലമാണ്. ഒരുപാട് ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ പുറകിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫുൾ ഓൺ ബുക്സ്. അതാണ് പിന്നെ അങ്ങനെ നമുക്ക് സാൻഡ്വിച്ച് ആണെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന നോക്കൂ ഭംഗിയായിട്ടുള്ള ജ്യൂസസ് ഒക്കെ കണ്ടോ. ഇതെല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജ്യൂസസ് കോഫീസ് എല്ലാം അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഒരു ആർട്ട് ഗാലറി കൂടിയാണിത്. നമുക്ക് ഒത്തിരി ആർട്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അങ്ങനെ ഒത്തിരി നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പാണ്. നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പാണ് കോഫി ഓൾവേസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒത്തിരി നല്ല എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതിന് മുൻപ് നമ്മുടെ ടിപ്പ് ഓഫ് ദ ഡേ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ പോകാൻ പറ്റില്ല. ടിപ്പ് ഓഫ് ദ ഡേ ഞാൻ എന്തായാലും ഒന്ന് ടോപ്പിക്ക് പറഞ്ഞേക്കാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മീനു ചേച്ചി പറഞ്ഞു തരും. എന്തായാലും ഇന്നത്തെ ടിപ്പ് ഓഫ് ദ ഡേയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്ന് നമ്മൾ LKG മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആരും നമ്മുടെ ജീവിതത്തിൽ അത് അക്സെപ്റ്റബിൾ ആക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അത് ജീവിതത്തിൽ ശരിക്കും കൊള്ളിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാനാണെങ്കിലും ഹോണസ്റ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന 100% നമുക്ക് പറയാൻ പറ്റില്ല. വി ആർ നോട്ട് പെർഫെക്റ്റ്, കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഹോണസ്റ്റി എന്ന് പറയുന്ന കാര്യത്തിന് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് നമ്മുടെ മീനൂസ് പറഞ്ഞു തരും. ഓക്കെ മീനൂസ്? ഓക്കെ. അപ്പോൾ ഈ സത്യമേവ ജയതേ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. എന്താണ് സത്യമേവ ജയതേ? അതായത് സത്യം മാത്രമേ എപ്പോഴും ജയിക്കുള്ളൂ. നമ്മൾ ഒരു കള്ളത്തിന്റെ സൈഡ് പിടിക്കുകയാണെങ്കിൽ എന്നായാലും അത് പൊളിയേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് അറിയാലോ, പല നാൾ കള്ളം ഒരു നാൾ പിടിയിൽ. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കള്ളം പറഞ്ഞാൽ അത് പിടിക്കപ്പെടും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ സത്യത്തിന്റെ കൂടെ ആണെങ്കിൽ എന്നും നമ്മുടെ കയ്യിലായിരിക്കും എന്നും വിജയം. അപ്പോൾ ഈ നമ്മൾ ഹ്യൂമൻസ് ആണ്, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പം നമ്മൾക്ക് ഇത്തിരി തെറ്റുകളൊക്കെ പറ്റുന്നത് സർവ്വസാധാരണം. പക്ഷെ ആ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ടൈം അത് തിരുത്തണം. അങ്ങനെ തിരുത്തിയില്ലെങ്കിൽ നമ്മളും ആനിമൽസും തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ വാല്യൂസ് എന്താണെന്ന് തിരിച്ചറിയുക, പ്രത്യേകിച്ച് ഹോണസ്റ്റി എന്താണെന്ന് തിരിച്ചറിയുക. അങ്ങനെ ആ ഒരു സൈഡിൽ ആ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ വെച്ചിട്ട് എപ്പോഴും നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അങ്ങനെ ടിപ്പൊക്കെ എല്ലാവരും കേട്ടിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് റുബിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ചോദിച്ചോളൂ റുബി, ഫസ്റ്റ് പ്രോഗ്രാം എന്താ? നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, അതിനു മുന്നേ എനിക്ക് കാര്യം പറയട്ടെ, മീനാക്ഷി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹോണസ്റ്റി എന്താന്ന് ഇവിടെ പറഞ്ഞത്. ഇത്ര നാളും മീനാക്ഷി ഹോണസ്റ്റ് ആയിട്ടില്ല. ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചുവിന്റെ എപ്പിസോഡിൽ ഹോണസ്റ്റ് ആയിട്ട് ഹോണസ്റ്റിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഫസ്റ്റ് പ്രോഗ്രാം. ഓക്കെ, ഞാൻ ശ്രീബുദ്ധന്റെ അടുത്ത് പെട്ടെന്ന് ബോധോദയം ഉണ്ടായത്. ബോധിവൃക്ഷം അല്ല കേട്ടോ, ഇത് കോഫി ഓൾവേസ് ഷോപ്പാണ്. എന്നാൽ എന്റെ ബോധഗയ ഇവിടെയാണ്. യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ക്യാമ്പയിൻ സ്കൂളിലെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ഏകദേശം 1200-ലധികം കുട്ടികൾ ചേർന്ന് നടത്തിയ ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. എന്തായാലും ഈ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി നടത്തിയ കുട്ടികളുടെ പരിശ്രമം എത്രത്തോളം വർക്ക്ഔട്ട് ആയെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ തീം എന്ന് പറയുന്നത് കേരള ട്രഡീഷണൽ ഡാൻസ് ഫോംസ് ആണ്. അപ്പോൾ ഈ ഒരു തകർപ്പൻ പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
abode of all religions and philosophical concepts, was also proliferated with Buddhist teachings in the 3rd century. അതിപ്രാചീന കാലത്ത് തന്നെ ഭാരതത്തിലെ എല്ലാ മതങ്ങളുടെയും തത്വചിന്താ പദ്ധതികളുടെയും ഒരു സംഗമ സ്ഥലമായിരുന്നു കേരളം. BC 3-ാം ശതകത്തിൽ ബുദ്ധമതം കേരളത്തിൽ പ്രചരിക്കുകയുണ്ടായി. In the beginning of Christian era, Brahmins from north conquered the Dravidians by their sharp intellects and administrative acumen. ക്രിസ്തുവർഷത്തിന്റെ ആദ്യ ശതകങ്ങളിൽ വടക്കു നിന്നും വന്ന ബ്രാഹ്മണരുടെ മുന്തിയ ബുദ്ധിശക്തിയുടെയും ഭരണവൈദഗ്ധ്യത്തിന്റെയും മുന്നിൽ കേരളത്തിലെ ദ്രാവിഡ സമൂഹം നിശേഷം കീഴടങ്ങുക തന്നെ ചെയ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. തച്ഛംയോ രാവൃണീമഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദൈവീ സ്വസ്തിരസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം വിഗാതു ഭേഷജം ശം നോ അസ്തു ദ്വിപദേ ശം ചതുഷ്പദേ. ഓം ശാന്തി ശാന്തി ശാന്തി. By AD 52, St. Thomas came to Kerala and converted Brahmins in several different caste groups who were living in Malayankara near Muziris to Christianity. AD 52 കേരളത്തിലെത്തിയ സെന്റ് തോമസ് മുസരീസിനടുത്തുള്ള മാലിയങ്കര പ്രദേശത്തെത്തി ഒട്ടേറെ ബ്രാഹ്മണരെയും മറ്റ് ജാതിക്കാരെയും മതപരിവർത്തനം ചെയ്യിപ്പിച്ചു. After this incident, large number of churches were built in the nook and cranny of Kerala, and Christianity proliferated like wildfire all over Kerala. പിന്നീട് നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഉണ്ടാവുകയും ക്രിസ്തുമതം കേരളമാകെ വ്യാപിക്കുകയും ചെയ്തു.
സ്വർലോക നാഥന് സ്തുതി. ചൊല്ലിയെളിയോൻ നല്ലോർ സമൂഹമിൽ വാരായി. ഇല്ല തവ മഹിമ എല്ലാം അറിഞ്ഞോ ഇന്ന്. വല്ലാതിവർക്ക് മാന ശല്യം വരാതെ കാർക്ക. നല്ല തിരുപരൻ അടിയെ വാഴ്ത്തി ഞാൻ. അല്ലലിൽ അനുകമ്പയേകിടൻ. തൊല്ലയാലതി ദുരിത പൂരിതം ഇല്ലാതാക്കുക സകല സൽപ്പര. മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പും ഇരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ മഹിമയോടരിമകളെല്ലാം ചെയ്യും മനു വിവരിത്ത തകരത്തികിത താം തികിത തകരത്തികിത തകരുതിത്ത തകരുതിന്ത തകരുതിത്ത തത്താതിത്താതുമൃതത്തെ ഇന്ദേ തകരത്തികരുതിത്തെ തകരയിലേത് ഇമ്പമുടരുവികൾ തിരുമനസാൽ ഇയൽ വഴി തീ തീ തെയ്യം തത്താതികൂതി തെയ്യം തത്താതിത്തേ തികൂതി തെയ്താതിത്താതുമൃതത്തെ ഇന്ദേ തകരത്തികരുതിത്തെ തകരയിലേത വിശ്വമിടങ്കയിലായവനൊരു വിധിയുടെ അരജൻ തിരുമുൻപാൽ തക്കരകട ദഗി തക്കരകട ദഗി തക്കരകട ദതി തകത തകത തകതതി തിക്കരകട ദഗി തിക്കരകട ദഗി തിക്കരകട ദതി തികിത തികിത തികിതതി തക്കരകട ദതി തകതതി തിക്കരകട ദതി തികിതതി തക്കരകട ദേ തിക്കരകട ദേ തക്കിട്ടേത ഇന്ദ താങ്കട ദൈ ദൈ ഇന്ദ താങ്കട തക്കരകട ദതി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാൽ വിധി പോലെ ബാക്ക് ടു ദ ഷോ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചു. അപ്പോൾ നമ്മുടെ കോഫി ഓൾവേസിൽ നെക്സ്റ്റ് സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഞങ്ങളുടെ കയ്യിലിരിക്കുവാണ്. ഇത് പീച്ച് ഐസ് ടീ, പീച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ് ടീ ആണ്. നമ്മുടെ ചൂടുള്ള സമയത്ത് ചൂട് ചായ കുടിക്കുന്ന നേരത്ത് കുറച്ച് തണുത്ത ഐസ് ടീ കുടിക്കുന്നതാണ്. മിൻറ്റ് ഫ്ലേവർ ഉണ്ട്, അതുപോലെ തന്നെ പീച്ചിൻ്റെ ഫ്ലേവർ ഉണ്ട്. വെരി ടേസ്റ്റി ആൻഡ് വെരി ഹെൽത്തി. ഇപ്പോഴത്തെ എന്താ ഉള്ളത്? ഇത് ചോക്കോ ആൽമണ്ട്, നമ്മുടെയൊക്കെ കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയ ചോക്ലേറ്റും റോസ്റ്റഡ് ആൽമണ്ടും വെച്ചുണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂൾ ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അതിന് നമുക്കൊരു ചെറിയ ബ്രേക്ക് ആവശ്യമാണ്. ഹാവ് എ സ്മോൾ ബ്രേക്ക്.